ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ദിവസമാണ് കൊച്ചിയിലെന്നല്ല, കേരളത്തിലെ ലാസ്റ്റ് ദിവസം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നമ്മുടെ റൂമിൽ നിന്ന് ഇന്ന് എന്തായാലും വെക്കേറ്റ് ആവും. നമ്മൾ അപ്പോഴത്തേന് വെക്കേറ്റ് ആവുന്നതിന് മുമ്പ് നമുക്ക് എന്തായാലും പോയി ഫുഡ് കഴിക്കാം. രാവിലത്തെ ഫുഡ് കഴിക്കാൻ പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇന്ന് നമ്മൾ പോകുന്നതുകൊണ്ടായിരിക്കും ഇന്ന് ഈ റോഡിൽ കൂടെ ഒക്കെ നടക്കുമ്പോൾ ഭയങ്കര സന്തോഷം. കുറേ നാളായി വെയിറ്റ് ചെയ്തൊരു മൊമെൻ്റാണ് പുറത്തോട്ട് പോകുക എന്നുള്ളത്. ഇപ്പോൾ എല്ലാ പിള്ളേരുടെയും നമ്മുടെ ഏജിലുള്ള എല്ലാവരുടെയും ആഗ്രഹം അത് തന്നെ. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം നമ്മൾ കൊച്ചി വിടുക എന്നുള്ളൊരു വിഷമമുണ്ട്. നമ്മൾ കുറേ നാളത്തെ നമ്മുടെ ആഗ്രഹം സാധിക്കുക എന്നുള്ള സന്തോഷമുണ്ട്. നമ്മുടെ വീഡിയോ കാണുന്നവർ മാക്സിമം നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ ദിവസം അവസാനമായിട്ട് തന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ നമ്മൾ സ്ഥിരമായിട്ട് വരുന്ന കടയിൽ വന്നേക്കുവാണ്, മാധവത്തി. ഞങ്ങളിപ്പോൾ എന്താ റെഡിയാവുന്ന തിരക്കിലാണ്. പെട്ടിയെല്ലാം പാക്ക് ചെയ്യണം, റാപ്പ് ചെയ്യാനുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ എല്ലാവരോടും ബൈ ബൈ പറയണം. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ഡേ. മനസ്സിലൊരു ചെറിയ വിഷമമൊക്കെ ഉണ്ട്, എന്നാലും അറ്റ് ലാസ്റ്റ് നമ്മുടെ പെട്ടി പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. നമ്മുടെ റൂമിനെ ബൈ ബൈ പറയുന്നതാണ്. അമ്പാനും വിഷമമുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് റൂമിന് ടാറ്റയൊക്കെ കൊടുത്ത് നമ്മൾ ഒരു 1.5 മാസത്തോളം നമ്മൾ ഈ റൂമിലാണ് നിന്നത്, കൊച്ചിയിലെ. ഇവിടുന്ന് നമ്മളങ്ങനെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഇറങ്ങുവാണ്. ഇച്ചിരി കഴിഞ്ഞപ്പോഴേക്ക് ഷാനണ്ണനും മിനിയാൻ്റിയൊക്കെ വന്ന് ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടി. അവരാണ് നമ്മളെ എയർപോർട്ടിലോട്ട് കൊണ്ടുവിടുന്നത്. കുഞ്ഞനൊക്കെ ഉണ്ട്. പിന്നെ തൊട്ടപ്പുറത്തിരിക്കുന്ന പ്രസിദ്ധ ചേച്ചിയാണ്. നിങ്ങൾ ഇതിലായിട്ടും വീഡിയോ കണ്ടു കാണത്തില്ല. പുള്ളിക്കാരിയൊക്കെ തിരിച്ച് ഞങ്ങളുടെ കൂടെ തന്നെ പുറത്തോട്ട് വരാനുള്ള. ഞങ്ങളാണ് ഫസ്റ്റ് പോകുന്നത്. ഞങ്ങളിപ്പോൾ നേരെ പോകുന്നത്, ഫസ്റ്റ് നമ്മൾ അറൈവ് ചെയ്യുന്നത് മലേഷ്യയിലാണ്. മലേഷ്യയിൽ നിന്നിട്ടാണ് നമ്മൾ ബാക്കി അവിടെ നിന്നാണ് നമ്മൾ നേരെ കംബോഡിയ പോകുന്നത്. അങ്ങനെ നല്ല ട്രാഫിക്കൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം. എന്നാലും കുഴപ്പമില്ല. ഒരുപാട് ട്രാഫിക് ഉണ്ടെങ്കിൽ ഒരു 3/4 മണിക്കൂർ നമ്മൾ ട്രാഫിക് കിടന്നു. ഫൈനലി നമ്മൾ കൊച്ചിൻ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ടെർമിനൽ 3 എന്നാണ് നമ്മൾ കയറുന്നത്. നേരെ നമ്മൾ ഫസ്റ്റ് ബുക്ക് ചെയ്തിരുന്ന ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ മലേഷ്യയിലോട്ടാണ്. മലേഷ്യയിൽ നിന്നാണ് പോകുന്നത്. അപ്പോഴത്തേന് അമ്പാൻ്റെ വീട്ടുകാരെല്ലാം വന്നു. അങ്ങനെ അവർ യാത്ര പറയുന്ന കാഴ്ചയാണ്. അമ്പാൻ്റെ ഭാര്യ, അച്ഛൻ, അമ്മ, അനിയൻ എല്ലാവരും ഉണ്ട്. അങ്ങനെ അവരുടെ യാത്രയെ കൊടുത്ത് ഞങ്ങൾ എൻട്രൻസിലോട്ട് കയറാൻ പോവുകയാണ്. ആ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ നമ്മൾ മലേഷ്യയിലെ എയർപോർട്ടിൽ വന്നിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഫുട്ടേജ്, അല്ലെങ്കിൽ നമ്മൾ അകത്ത് കയറി തിരിച്ച് നമ്മൾ ഫ്ലൈറ്റ് കയറുന്നതിൻ്റെ അങ്ങനെയുള്ള ഫുട്ടേജ് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. കാര്യം ഇമിഗ്രേഷനിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. നമ്മൾ കംബോഡിയയ്ക്ക് ഒരുപാട് ഇപ്പം സ്കാം നടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ചെക്കിങ് പ്രൊസീജിയറൊക്കെ ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, നമ്മളത് ഫിനിഷ് ചെയ്തു. എന്നാലും കംബോഡിയയിലോട്ട് വരുന്നവരുടെ എല്ലാവരുടെ ശ്രദ്ധയ്ക്ക് മെയിനായിട്ട് നിങ്ങൾക്ക് പണി കിട്ടാതെ നോക്കണം. ഒരുപാട് സ്കാമിങ് പ്രൊസീജിയർ നമ്മുടെ കംബോഡിയയിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഏജൻസി വഴിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആളുകൾ വഴിയോ കംബോഡിയ വരാവുള്ളൂ. ഇമിഗ്രേഷനിൽ നല്ല പ്രശ്നങ്ങളുണ്ട്.